ആത്മബന്ധു ഒരു ദിവസം അതിൻ്റെ ലക്ഷ്യത്തെ പൂർണ്ണമാക്കി വിടവാങ്ങി. രാത്രിയിങ്ങെത്തി. ഈ രാത്രി ഉറങ്ങി നാളത്തെ ദിവസത്തെ വരവേൽക്കുവാൻ, ഒന്ന് വിശ്രമിക്കുവാൻ നമുക്ക് ചില മണിക്കൂറുകൾ ലഭിക്കുകയാണ്. ഈ ഒരു ദിവസം നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് മനസ്സിലൊന്ന് ആലോചിച്ച് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പ്രശംസിച്ചാലോ? സ്വന്തം പേര് ഒന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് നീ ഇന്ന് നന്നായിട്ടാണ് ജീവിച്ചത് എന്ന് സ്വയം പറയാം. ഈ ദിവസം ഓരോ നിമിഷങ്ങളെയും നന്നായി മനോഹരമായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. നീ ചിരിക്കുകയും സന്തോഷിക്കുകയും ചെയ്തിട്ടുണ്ട്, ചിരിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പാക്കുക. അവനവനെ തന്നെ പ്രശംസിക്കുക. മനഃശാസ്ത്രജ്ഞർ പറയാറുണ്ട്, രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നിലക്കണ്ണാടിക്ക് മുന്നിലൊന്ന് നിന്നിട്ട് സ്വന്തം വലത് കൈകൊണ്ട് ഇടത് തോളിൽ ഒന്ന് തട്ടിയിട്ട് നന്നായി വെൽ ഡൺ എന്നൊന്ന് പറയാൻ. അത് നമുക്ക് പ്രത്യേകമായൊരു ആശ്വാസം നൽകുമെന്ന്. ശരിയാണ്, നമ്മൾ നമ്മളോട് പറയാണ്, നന്നായി കുട്ടി, നന്നായി ജീവിച്ചു എന്ന്. എപ്പോഴെങ്കിലും സ്വയം ചോദിച്ചിട്ടുണ്ടോ? അവനവനോട് ചോദിച്ചിട്ടുണ്ടോ? സുഖമാണോ എന്ന്, സന്തോഷമാണോ എന്ന് ചോദിച്ചു നോക്കൂ. മറുപടി പറയുക നമ്മുടെ ആത്മാവാണ്, സന്തോഷത്തോടെ. അതിനാൽ ഈ ദിവസം സ്വയം പ്രശംസിച്ച് ഇന്നത്തെ നിമിഷത്തെ നമ്മൾ കൈകാര്യം ചെയ്ത രീതികളെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് അതിൽ അഭിനന്ദിച്ച് എന്തെങ്കിലുമൊക്കെ പാകപ്പിഴ ഉണ്ടായി എന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ ഇങ്ങനെ അല്ലായിരുന്നു പെരുമാറേണ്ടത്, ഇങ്ങനെ അല്ലായിരുന്നു കൈകാര്യം ചെയ്യേണ്ടത് എന്നൊക്കെ തോന്നിയാൽ നാളെ അത് തിരുത്താം എന്ന് തീരുമാനിച്ചുകൊണ്ട് ഉറങ്ങാൻ കിടക്കുക. ഉറക്കം മെല്ലെ മെല്ലെ നമ്മളിലേക്കെത്തും. ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ ഏറ്റവും നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. ആരെയെങ്കിലും കുറിച്ച്, ആരെങ്കിലും തന്ന വേദനകളെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതിരിക്കുക. അവനവനെക്കുറിച്ച് മാത്രം, അവനവനിലെ സന്തോഷത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. ആരെയും ദ്രോഹിക്കാതെ ജീവിക്കുവാനാകുന്ന നിമിഷങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. ആശങ്കകളോ ആകുലതകളോ ഇല്ലാതെ ശ്വാസത്തെ മാത്രം ശ്രദ്ധിക്കുക. ഒരു രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ശ്വാസത്തെ ശ്രദ്ധിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ശ്വാസമല്ലാതെ മറ്റൊന്നും നമ്മുടെ ചിന്തയിൽ ഇല്ലാതിരിക്കട്ടെ. നമ്മിലേക്ക് വരുന്ന പ്രാണനാണ് നമ്മുടെ ശ്വാസം. ആ പ്രാണനാണ് നമ്മളെ ഉറക്കുന്നതും ഉണരാൻ പ്രേരിപ്പിക്കുന്നതും ഉണർത്തുന്നതും ജീവിപ്പിക്കുന്നതും. ആ ശ്വാസത്തെ നന്ദിയോടുകൂടി ഒന്ന് കാണാം. എൻ്റെ നാസികയിലൂടെ ഉള്ളിലേക്ക് കയറി ശരീരത്തിലാകെ ഓരോ കോശങ്ങളിലേക്കും ജീവൻ പകർന്നു കൊടുക്കുന്ന ഈ ശ്വാസം, അതിൻ്റെ അകത്തേക്കും പുറത്തേക്കുമുള്ള ചലനങ്ങളെയാണ് ഞാൻ എൻ്റെ ജീവിതം എന്ന് പറയുന്നത്, എൻ്റെ ജീവൻ എന്ന് പറയുന്നത്. പ്രാണൻ, പ്രാണവായു. ശ്വാസത്തിൻ്റെ ഓരോ തലങ്ങളെയും ശ്രദ്ധിക്കുക. അതിൻ്റെ സഞ്ചാരത്തിന് കൂട്ടുപിടിക്കുക. ഉള്ളിലേക്ക് പോയ ശ്വാസത്തിനൊപ്പം ഒന്ന് യാത്ര ചെയ്യുക. അതെവിടെയൊക്കെ പോകുന്നു? അകത്തേക്ക്, അകത്തേക്ക്, എൻ്റെ അകത്തളങ്ങളിലേക്ക്, എന്നിലേക്ക്, എന്നിൽ ഞാൻ പോലും അറിയാത്ത പല പല തലങ്ങളിലേക്ക് ഈ ശ്വാസം ചെന്നിറങ്ങുന്നുണ്ട്. ഉറങ്ങുന്നതിന് മുന്നേ ശ്വാസമല്ലാതെ മറ്റൊരു ചിന്തയും എന്നിലേക്ക് വരുന്നില്ല. ശ്വാസത്തിൻ്റെ താളങ്ങൾ, ശ്വാസം ഇടയ്ക്കിടയ്ക്ക് ഉള്ളിൽ നിറയുമ്പോൾ ഞാൻ എടുക്കുന്ന ആ പോസ്, ശ്വാസമില്ലാത്ത നിമിഷങ്ങൾ, വീണ്ടും ശ്വസിക്കുന്ന നിമിഷങ്ങൾ. നന്നായി ഉറങ്ങുക. ശുഭരാത്രി ആത്മബന്ധു.